ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ശ്രീകൃഷ്ണനും ബലരാമനും ഒരു കൊടും വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നേരം ഇരുട്ടിയപ്പോൾ വനത്തിൽ വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. വന്യമൃഗങ്ങളുടെയും മറ്റും ശല്യമുള്ളതിനാൽ ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കുക എന്നതായിരുന്നു അവരുടെ നിശ്ചയം. ആദ്യം ബലരാമൻ കാവൽ നിന്നു. കൃഷ്ണൻ ഉറങ്ങാൻ കിടന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഭയാനകമായ രൂപമുള്ള ഒരു രാക്ഷസൻ അട്ടഹസിച്ചുകൊണ്ട് ബലരാമന്റെ മുന്നിലേക്ക് ചാടി വീണു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ബലരാമൻ പതറി പിന്നോട്ട് പോയി. രാക്ഷസൻ കൂടുതൽ ഭയപ്പെടുത്തിയപ്പോൾ ബലരാമൻ വീണ്ടും പിന്നോട്ട് പോയി. ബലരാമൻ ഓരോ തവണ പുറകോട്ട് മാറുമ്പോഴും രാക്ഷസന്റെ വലിപ്പവും ശബ്ദവും ഇരട്ടിയായിക്കൊണ്ടിരുന്നു. ബലരാമന്റെ ഉള്ളിലെ ഭയം എത്രത്തോളം വർദ്ധിച്ചുവോ അത്രത്തോളം ആ രാക്ഷസൻ ഭീമാകാരനായി വളർന്നു. ഒടുവിൽ ആ ഭീകര രൂപത്തെ നേരിടാൻ കഴിയാതെ ഭയം മൂലം ബോധരഹിതനായ ബലരാമൻ നിലത്തു വീണു. ബലരാമന്റെ നിലവിളി കേട്ടുണർന്ന് കൃഷ്ണൻ കണ്ടത് തന്നെ ആക്രമിക്കാൻ അലറിക്കൊണ്ട് നിൽക്കുന്ന രാക്ഷസനെയാണ്. എന്നാൽ കൃഷ്ണൻ അല്പം പോലും കുലുങ്ങിയില്ല. അക്ഷോഭ്യനായി നിന്ന അദ്ദേഹം ശാന്തമായ സ്വരത്തിൽ ആ രാക്ഷസന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, "നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്?" കൃഷ്ണൻ ഒട്ടും ഭയപ്പെടാതെ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ രാക്ഷസൻ പതറാൻ തുടങ്ങി. ഓരോ തവണയും കൃഷ്ണൻ ധൈര്യത്തോടെ അവനെ അഭിമുഖീകരിക്കുമ്പോൾ രാക്ഷസന്റെ വലിപ്പവും അലർച്ചയും കുറഞ്ഞു വന്നു. ഒടുവിൽ ആ ഭീമാകാരൻ ഒരു ചെറിയ പ്രാണിയോളം ചെറുതായി മാറി. കൃഷ്ണൻ പുഞ്ചിരിയോടെ അതിനെ പിടിച്ച് തന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ ഭദ്രമായി കെട്ടിയിട്ടു. പിറ്റേന്ന് രാവിലെ ഉണർന്ന ബലരാമൻ താൻ കണ്ട ഭയാനകമായ രൂപത്തെക്കുറിച്ച് കൃഷ്ണനോട് വിവരിച്ചു. അപ്പോൾ കൃഷ്ണൻ തന്റെ വസ്ത്രത്തുമ്പിലെ ആ ചെറിയ പ്രാണിയെ കാണിച്ച് ഇപ്രകാരം പറഞ്ഞു, "ഇതാണ് നിന്നെ ഭയപ്പെടുത്തിയ ആ രാക്ഷസൻ. നമ്മുടെ ഉള്ളിലെ ഭയം പ്രശ്നങ്ങളെ പർവ്വതത്തോളം വലുതാക്കി മാറ്റും. എന്നാൽ ധൈര്യത്തോടെയും ശാന്തതയോടെ നേരിടുമ്പോൾ ഏതൊരു പ്രതിസന്ധിയും ഈ പ്രാണിയെപ്പോലെ നിസ്സാരമായി മാറും." നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലപ്പോഴും ഈ രാക്ഷസനെ പോലെയാണ്. പ്രതിസന്ധികളെ കണ്ട് ഭയന്നോടുന്നത് അവയെ കൂടുതൽ സങ്കീർണവും ഭയാനകവുമാക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും അവയെ അഭിമുഖീകരിച്ചാൽ ഏതൊരു വലിയ മലയും കർത്താവിൻ്റെ മുൻപിൽ നിസ്സാരമായി മാറും. "നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും" എന്ന് യെശയ്യാ 41:10 ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഭയപ്പെടാതെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും. കാരണം അവന്റെ ബലം തൻ്റെ കഴിവുകളിലല്ല, മറിച്ച് തന്നെ ശക്തനാക്കുന്ന ദൈവത്തിലാണ്. ഭയത്തിന് പകരം വിശ്വാസത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ലോകം ഭീമാകാരമായി കാണുന്ന പ്രശ്നങ്ങൾ ദൈവകൃപയാൽ നിസ്സാരമായി തീരും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ